ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് ഇൻകവും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ 3 കണ്ടീഷൻസ് ആണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മുടെ received in India, accrues or arises in India, അതുപോലെ തന്നെ accrues or arises outside India. ഇന്നത്തെ ക്ലാസ്സിൽ കൈൻഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള പോർഷനാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഈ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും അതുപോലെ തന്നെ deemed to be received എന്ന് പറയുന്നതും അതുപോലെ accrue or arise എന്ന് പറയുന്നതും deemed to accrue or arise എന്ന് പറയുന്നതും ആണ് കൈൻഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് വാട്ട് ആർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞപ്പോൾ 5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ബിസിനസ് ഓർ പ്രൊഫഷൻ, അതർ സോഴ്സ് ഓഫ് ഇൻകം. ഇവിടെ പറയുന്നത് ആ കാറ്റഗറി അല്ല, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൈൻഡ്സ് ഓഫ് ഇൻകത്തിലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് റിസീവ്ഡ് ഇൻ ഇന്ത്യ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം പറഞ്ഞപ്പോൾ ഈ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ നേരത്തെ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൈൻഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന പോർഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ആദ്യം കിട്ടുന്നത് ഇന്ത്യയിലാണെങ്കിലാണ് റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഇൻകം വിച്ച് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ബൈ എനി അസസി ഈസ് ലയബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ irrespective of the residential status of the assessee and the place of accrual of such income. Residential status അല്ലെങ്കിൽ അയാൾക്ക് എവിടെ വെച്ചിട്ടാണോ ഇൻകം കിട്ടി എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല. ഇവിടെ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ആ ഇൻകം കിട്ടിയത് നമുക്ക് ടാക്സബിൾ ആണോ അല്ലേ, ഇന്ത്യയിൽ ലൈബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ടാക്സ് ലൈബിലിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോർഷനിൽ നോക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ കിട്ടിയെന്നോ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയറിൽ അത് SSCക്ക് ടാക്സബിൾ ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. റെസീറ്റ് മീൻസ് ദ ഫസ്റ്റ് റെസീറ്റ്, ആദ്യം കിട്ടുന്നതായിരിക്കണം. ആദ്യം കിട്ടുന്നത് ഇന്ത്യയിലാണെങ്കിൽ അത് നമുക്ക് ടാക്സബിൾ ആണ്. അപ്പോൾ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം വെരിഫൈ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് റെസീറ്റ് ആണോ, അത് ഇന്ത്യയിലാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. The receipt of income refers to the first occasion when the recipient gets the money under his own control. അദ്ദേഹത്തിന്റെ സ്വന്തം കൺട്രോളിൽ അത് ആദ്യമായിട്ട് കിട്ടുന്നതാണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. Once an amount is received as income, any remittance or transmission of the amount to another place does not result in receipt within the meaning of this clause at the other place. ഒരു പ്രാവശ്യം കിട്ടിയിട്ട് അത് നമ്മൾ വേറെ എവിടെയെങ്കിലും അടച്ചോ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ, ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ നോക്കുന്നത് ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് എന്ത് ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതിന് പ്രാധാന്യം ഇല്ല. This principle is of importance. Firstly,
in determining the year of receipt, and secondly for ascertaining the incidence of taxation where it depends purely upon receipt of income. ഇതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? ആർക്കാണോ കിട്ടിയേ, എപ്പോഴാണോ കിട്ടിയേ, എവിടെ വെച്ചിട്ടാണോ കിട്ടിയേ, അതിന് പ്രാധാന്യമില്ല. ആദ്യത്തെ കാര്യം എന്താണ്? ഡിറ്റർമിനിങ് ദ ഇയർ ഓഫ് റെസീറ്റ്. എന്നാണ് കിട്ടിയത്? കഴിഞ്ഞ പ്രീവിയസ് ഇയറിലാണോ കിട്ടിയിട്ടുള്ളത്? ആ പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ ഉണ്ടോ? അതായത് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ടു പേ ടാക്സ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് ഡിറ്റർമിനിങ് ദ ഇയർ ഓഫ് റെസീറ്റ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ. ഏത് വർഷം കിട്ടി, അതിന് ടാക്സ് ലൈബിലിറ്റി ഉണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രിൻസിപ്പിളിൽ ഊന്നൽ കൊടുക്കുന്നത്. For instance, in case of non-residents, their foreign income is not assessable unless it is actually received in India. ഒരു നോൺ റെസിഡന്റ് ആണ്, അദ്ദേഹത്തിന് കിട്ടിയത് ഫോറിൻ ഇൻകം ആണ്. ഫോറിൻ ഇൻകം ആണെങ്കിൽ അസസബിൾ അല്ല. പക്ഷെ ആ ഫോറിൻ ഇൻകം ആക്ച്വലി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പൊ അവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയും, മുമ്പ് പറഞ്ഞിരുന്നില്ലേ എന്ന് പറയും. അത് അപ്പോൾ തിയറി പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക. In the case of non-residents, their foreign income is not assessable. ഫോറിൻ ഇൻകം ആണെങ്കിൽ അസസബിൾ അല്ല, പക്ഷെ അത് ഇന്ത്യയിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ്? അസസബിൾ ആണ്. In their case, unless at the time the money is received in India, it is received as income from an outside source, such receipt will not be an income receipt. നേരത്തെ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് പറയുന്നത്. അതായത് ഔട്ട്സൈഡ് ആണ് കിട്ടിയിട്ടുള്ളത്, ആ ഔട്ട്സൈഡ് കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിൽ വെച്ചിട്ടല്ല കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് വരില്ല? ടാക്സ് ലൈബിലിറ്റി വരില്ല. If a non-resident had already received monies outside India in an earlier year or during the previous year as income or exempt income, and he was transferring the fund into India in the accounting year, such money will not count as income in the eyes of law. Foreign income ആണ്, കിട്ടിയിരിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, പിന്നീട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നാലും നമുക്ക് ടാക്സ് ലൈബിലിറ്റി വരില്ല. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് നോൺ റെസിഡന്റ് ആണ്, ഫോറിൻ ഇൻകം കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിലല്ല എന്നുണ്ടെങ്കിൽ നോട്ട് അസസബിൾ ആണ്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ കിട്ടി അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ കിട്ടി, അതും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് കിട്ടിയിട്ടുള്ളത്, അത് പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നാലും അത് നോട്ട് അസസബിൾ ആണ്. അപ്പോൾ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കിയതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാം. രണ്ടാമത്തെ പോയിന്റ്, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. സെക്ഷൻ 7 ആണ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. The following incomes shall be deemed to be received in India in the previous year, even in the absence of actual receipt. Actual receipt ന്റെ ആബ്സെൻസിൽ താഴെ പറയുന്നത് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കണം, നോട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ എംപ്ലോയർ to the recognized provident fund in excess of 12% of the salary of the employee. Employer RPF എന്ന് പറയും, recognized provident fund. recognized provident ഫണ്ടിലേക്ക് എമൗണ്ട് അടയ്ക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ആ എമൗണ്ട് അസസബിൾ ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഒരു എംപ്ലോയിയുടെ സാലറി 60,000 ആണെന്ന് വിചാരിക്കാം. 60,000 എന്ന് പറയുന്ന സാലറിയുടെ 12% എത്രയാന്ന് നോക്കാം. നിങ്ങൾ നോട്ട് ചെയ്യുക, ഞാൻ പറയുന്ന എക്സാമ്പിൾ. ഒരാളുടെ സാലറി 60,000 ആണ്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ
എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതൽ ഉണ്ടെങ്കിൽ അത് അസസബിൾ ആണ്. അപ്പൊ 60,000 ആണ് സാലറി എന്നുണ്ടെങ്കിൽ അയാളുടെ സാലറിയുടെ 12% എത്രയായിരിക്കും? 7,200 രൂപയായിരിക്കും. അപ്പോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 7,200 രൂപയിൽ താഴെയാണെങ്കിൽ അസസബിൾ അല്ല. അതേസമയം അയാളുടെ കോൺട്രിബ്യൂഷൻ 8,000 രൂപയാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് 7,200 രൂപ വരെ അസസബിൾ അല്ല. എക്സസ് ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട് എന്താണ്? അസസബിൾ ആണ്. അപ്പൊ 8,000 രൂപയിൽ 7,200 രൂപ വരെ അസസബിൾ അല്ല. ബാക്കി വന്നിട്ടുള്ള അധികം വന്നിട്ടുള്ള 800 രൂപ എന്താണ്? അസസബിൾ ആണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ RPF of the employee which is in excess of 9.5% per annum. നേരത്തെ ഞാൻ പറഞ്ഞു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അതാണ് RPF, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5%-നേക്കാൾ കൂടുതലാണെങ്കിൽ അത് അസസബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയാം. 10,000 രൂപയാണ് അയാളുടെ ഡെപ്പോസിറ്റ്. അതിന് 10% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. 10,000-ന് 10% കിട്ടാന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 1,000 ആണ്. പക്ഷെ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് എത്രയാണ്? 9.5% ഉള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അസസബിൾ ആണ്. അപ്പൊ 10,000-ന് 9.5% എന്ന് പറഞ്ഞാൽ 950 രൂപയേ ഉള്ളൂ. അപ്പൊ 50 രൂപ എന്താണ്? അസസബിൾ ആണ്. അപ്പോ 9.5% വരെ അസസബിൾ അല്ല. അതിൽ കൂടുതൽ വന്നാൽ അസസബിൾ ആണ്. നേരത്തെ പറഞ്ഞ 10,000 തന്നെ 11% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ 1.5% എക്സസ് ആണ്. അതായത് 10,000-ന് 11% എന്ന് പറഞ്ഞാൽ 1,100 രൂപ കിട്ടും. 950 വരെ കുഴപ്പമില്ല. കൂടുതൽ വന്നാൽ 150 രൂപ എന്താണ്? അസസബിൾ ആണ്. ഓക്കെ. തേർഡ് വൺ, ട്രാൻസ്ഫർ ബാലൻസ് ഫ്രം ദ unrecognized provident fund to a recognized provident fund. മുമ്പ് ഇയാൾ അടച്ചിരുന്നത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലായിരുന്നു. റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നില്ല. അതിന് വീണ്ടും റെക്കഗ്നേഷൻ വന്നപ്പോൾ അൺറെക്കഗ്നൈസ്ഡിലുള്ള ഫണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ എമൗണ്ട് എന്താണ്? അസസബിൾ ആണ്. ഓക്കെ. ദ ലാസ്റ്റ് വൺ, the contribution made by the central government or any other employer in the previous year to the account of an employee under a notified contributory pension scheme referred to in section 80 CCD. section 80 CCD-യിൽ applicable ആയിട്ടുള്ള ഏതെങ്കിലും പെൻഷൻ സ്കീമിലേക്ക് സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയറോ പ്രീവിയസ് ഇയറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ സെക്ഷനിൽ, അതായത് ഇൻകം ഡീം ടു ബി റിസീവ്ഡില് നമ്മൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് വൺ, തേർഡ് പോയിന്റ്, എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, കിട്ടാനുള്ളത് കിട്ടുമെന്ന് വിചാരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഈ വേർഡ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഹിയർ എക്രൂ മീൻസ് ടു അറൈസ് ഓർ സ്പ്രിംഗ് ആസ് എ നേച്ചുറൽ ഗ്രോത്ത് ഓർ റിസൾട്ട് ടു കം ബൈ വേ ഓഫ് ഇൻക്രീസ്. എക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു അറൈസ് ഓർ സ്പ്രിംഗ് ആസ് എ നേച്ചുറൽ ഗ്രോത്ത്, നേച്ചുറൽ ആയിട്ട് ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷനോ അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്നതിൻ്റെ എന്തിൻ്റെയെങ്കിലും ഒരു റിസൾട്ടോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്രൂ എന്ന് പറയും. അവിടെ ഒരു ഇൻക്രീസ് വന്നു, ഒരു അക്യുമുലേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു നേച്ചുറൽ ഗ്രോത്ത് വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്രൂ എന്ന് പറയുന്നത്. അതേസമയം അറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അറൈസിങ് മീൻസ് കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓർ നോട്ടീസ് ഓർ പ്രസന്റിങ് ഇറ്റ് സെൽഫ്. ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയാണ്, പുതിയതായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടാവുകയാണ്, ഒരു നോട്ടീസ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു കാര്യം പുതിയതായിട്ടുണ്ടാകുമ്പോഴാണ് അറൈസിങ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്.
അപ്പോൾ accrue എന്ന് പറയുന്നത് ഒരു natural growth ആണ്. arising എന്ന് പറയുന്നത് വന്നു ചേരുന്നതാണ്. coming into existence, പ്രാബല്യത്തിലേക്ക് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? arising എന്ന് പറയുന്നത്. accrue connotes growth or accumulation with a tangible shape so as to be receivable. accrue എന്ന് പറയുമ്പോൾ നമുക്ക് ടാഞ്ചിബിൾ ആവണം, അതായത് നമുക്ക് കാണാനോ തൊടാനോ കറക്റ്റ് ആയിട്ട് ഫിസിക്കൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ accrue എന്ന് പറയുന്നുള്ളൂ. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷെയർ ഹോൾഡർ ആണ് ഞാൻ. എൻ്റെ ഷെയറിന്റെ വില 100 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ റേറ്റ് നോക്കുമ്പോൾ അതിന് 150 രൂപയായി. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ 150 രൂപയുടെ ഷെയർ ഗ്രോത്ത് വന്നു, അക്യുമുലേഷൻ വന്നു, നേച്ചുറൽ ഇൻക്രീസിങ് വന്നു, 150 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? accrue എന്ന് പറയുന്നത്. connotes എന്ന് വെച്ചാൽ മീനിങ് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. In a secondary sense, the two words together mean to become a present or enforceable right and to become a present right of demand. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ accruum arisum എന്ന് പറയുന്നത് എന്താണ്? To become a present and enforceable right. ഒരു enforceable right ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേസമയം arise എന്ന് പറയുമ്പോൾ to become a present right of demand. ഇപ്പോഴത്തെ ഒരു റൈറ്റ് ഓഫ് ഡിമാൻഡ് ആണ്. നേരത്തെ പറഞ്ഞത് എൻഫോഴ്സിബിൾ റൈറ്റ് ആണ്, ഇവിടെ പറയുന്നത് റൈറ്റ് ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ accrue or arise in India എന്ന് പറയുന്നത് രണ്ട് വേർഡ്സ് ആയിട്ടാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. Frequently, in the context of accrual or arisal, the word earned is used. ഈ accrualum arisalum വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? earned എന്ന് പറയുന്ന വേർഡാണ്. A person may be said to have earned his income in the sense that he has contributed to its production by rendering service or otherwise, and the parenthood of the income can be traced to him. earned എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ അവിടെ ചെയ്യുന്നത് എന്താ? കോൺട്രിബ്യൂഷൻ ടു ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനു വേണ്ടി ഒരു സർവീസ് റെൻഡർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പാരന്റ്ഹുഡ്. പാരന്റ്ഹുഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു രക്ഷാകർതൃത്വം, ഒരു കെയർ ടേക്കർ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺട്രിബ്യൂഷനെ ആണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്? ഏൺഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം, സർവീസ് അതിൽ റെൻഡർ ചെയ്തിരിക്കണം. അത് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് ഏൺഡ് എന്ന് പറയുന്ന വേർഡിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം വരുന്നത്. ബട്ട് ഇൻ ഓർഡർ ദാറ്റ് the income may be said to have accrued to him, an additional element is necessary, that he must have created debt in his favor. ഒരു സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എന്തുണ്ടാവണം? ഒരു ബാധ്യത ഉണ്ടാവണം. ഇപ്പൊ നമുക്കറിയാം, ഒരു ഷെയർ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയർ എടുക്കുന്നതിൻ്റെ ഒപ്പം ഒരു റിസ്ക് ആണ് എടുക്കുന്നത്. അതായത് ഈ ഷെയറിന്റെ വില വർദ്ധിക്കോ അതേ വില താഴോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ആ ഷെയറിന്റെ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്, ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റിസ്ക് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? He must have created debt in his favor. അയാൾക്കൊരു ബാധ്യത കൂടി വരുമ്പോഴാണ് ഏൺഡ് എന്നുള്ള വേർഡ് അർത്ഥവത്താകുന്നത്. അപ്പൊ ഞാൻ 3 പറഞ്ഞു. റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. തേർഡ് വൺ പറഞ്ഞത് accrue or arise ആണ്. ഇവിടെ പറയുന്നത് ഡീം ടു accrue or arise in ഇന്ത്യ. സെക്ഷൻ 9 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡീം ടു accrue or arise in ഇന്ത്യ. ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ബിസിനസ് കണക്ഷൻ ഇന്ത്യ. ഇന്ത്യയിലെ കണക്ഷൻ ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ എനി ഇൻകം വിച്ച് അറൈസസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി
from any activity or a business connection in India is deemed to be earned in India. Direct ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇന്ത്യയിലുള്ള ബിസിനസ് ആണെങ്കിൽ അത് എന്തായിരിക്കും deemed to be earned in India. Okay. Second point, income from any property, asset or source of income situated in India. അതായത് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകമോ സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ളതായിരിക്കണം. അത് ചിലപ്പോൾ മൂവബിൾ ആവാം, അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആകാം, അല്ലെങ്കിൽ ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആകാം. ഇതെല്ലാം എന്താണ്? deemed to accrue or arise in India. Any income which arises from any property, movable or immovable, tangible or intangible, which is situated in India, ഇന്ത്യയിലുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? deemed to accrue or arise in India. Next one, income from the transfer of any capital asset situated in India. Capital asset എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിലുള്ളതായിരിക്കണം. Income from the transfer of any capital asset. ഒരു capital asset വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻകം ഉണ്ടാവുകയും ആ capital asset എവിടെയായിരിക്കണം? ഇന്ത്യയിലുള്ളതായിരിക്കണം. Where the capital asset is situated in India, regardless of the residential status of the transferor or the transferee, capital gain arising on its transfer would be deemed to be income accruing or arising in India and hence would be taxable. ട്രാൻസ്ഫറോ ട്രാൻസ്ഫറിയോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. 50,000 രൂപയുടെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 60,000 രൂപ കിട്ടി എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഗെയിൻ? ദാറ്റ് ഈസ് 10,000 rupees. ഈ 10,000 rupees നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഇന്ത്യയിലുള്ള ഒരു അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ 10,000 രൂപേനെ എന്തായിട്ട് കണക്കാക്കും? deemed to be income accruing or arising in India ആയിട്ട് കണക്കാക്കും. അത് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ, income by way of salary payable by the government to an Indian citizen national for services rendered outside India. ശ്രദ്ധിക്കണം, പറഞ്ഞ പോയിന്റുകൾ സാലറി കൊടുത്തതായിരിക്കണം. കൊടുത്തത് ആരായിരിക്കണം? ഗവൺമെന്റ് ആയിരിക്കണം. ആർക്കായിരിക്കണം കൊടുത്തിട്ടുള്ളത്? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്? സർവീസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പുറത്ത് രാജ്യത്ത് സർവീസ് ചെയ്യുന്നതിന് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഗവൺമെന്റ് സാലറി കൊടുക്കുന്നുണ്ടെങ്കിലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. The following conditions have to be satisfied before such income is treated as deemed to accrue or arise in India. എന്തൊക്കെയാ കണ്ടീഷൻസ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം ഏത് ഹെഡിൽ വരണം? സാലറിയുടെ ഹെഡിൽ വരണം. The payer should be government of India. The recipient should be an Indian citizen. The services should be rendered outside India. So ഈ 4 കണ്ടീഷൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് ടാക്സബിൾ ആകുന്നത്. Next one, any income which falls under the head salaries if it is earned in India. സാലറിയുടെ ഹെഡിൽ വരുന്നതായിരിക്കണം. പക്ഷെ എന്താണ്? It is earned in India. This explanation provides an artificial place of accrual for income taxable under the head salaries. ഇത് ഹെഡ് സാലറി എന്ന് പറയുന്ന കാൽക്കുലേഷൻ വരുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് അവിടെയാണ്. അതായത് നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് മോഡ്യൂളിലാണ് സാലറീസ് പഠിക്കാൻ പോകുന്നത്. അവിടെയാണ് ഇത് കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആയിട്ട് വരാം. According to it, the incomes chargeable to tax as salaries shall be deemed to accrue or arise in India if they are earned in India. ഇന്ത്യയിലാണ് ഏൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് deemed to accrue or arise in India ആയിരിക്കും. The place of receipt and actual accrual of the salary is immaterial. എവിടെ വെച്ചിട്ട് കിട്ടി, എങ്ങനെ കിട്ടി, എത്ര കിട്ടി, അത് ആക്ച്വൽ അക്രൂവൽ ഉണ്ടോ? അത് ഇമ്മെറ്റീരിയൽ ആണ്. ഇന്ത്യയിൽ വെച്ചിട്ട് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്? ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ. ഇൻട്രസ്റ്റിന്റെ കേസ് നേരത്തെ പറഞ്ഞത് സാലറി ആണ്, ഇവിടെ ഇപ്പൊ പറയുന്നത് ഇൻട്രസ്റ്റ്.
ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ആര് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം? ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കണം. സെക്കൻഡ് കേസ് ശ്രദ്ധിക്കുക. എ പേഴ്സൺ ഹു ഈസ് എ റെസിഡന്റ് ഇൻ ഇന്ത്യ. പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം? റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. പക്ഷേ except where interest is payable in respect of money borrowed and used for the purpose of business or profession carried on outside India. അതായത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഈ റെസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? പണം കടം എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. പക്ഷേ ബിസിനസ്സോ പ്രൊഫഷൻ എവിടെയായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. ഓർ ഏണിംഗ് എനി ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള സോഴ്സിൽ നിന്ന് ആയിരിക്കണം. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പേഴ്സൺ എന്ന് പറയുന്നത് റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇവിടെ എക്സെപ്റ്റ് എന്താണ് പറയുന്നത്? ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്, പണം കടമെടുത്തിട്ടുള്ളത് പുറം രാജ്യത്തുള്ള ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ആണ്. പുറത്തുനിന്നുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് കേസിൽ ഞാൻ പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് എ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. നേരത്തെ പറഞ്ഞത് റെസിഡന്റ് ഇൻ ഇന്ത്യ ആണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഹു ഈസ് എ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. നോൺ റെസിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പണം കടമെടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കാൻ ആ ബിസിനസ്സോ പ്രൊഫഷൻ എവിടെയുള്ളതായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. ഷാൽ ബി ഇൻകം വിച്ച് ഈസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റെസിപ്പിയന്റ്. അപ്പോൾ മാത്രമാണ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആകുന്നത്. അതായത് നോൺ റെസിഡന്റ് ആണെങ്കിൽ പണം കടം എടുത്തിട്ടുള്ളത് ഇന്ത്യയിലുള്ള ബിസിനസ്സിനോ പ്രൊഫഷനോ ആയിരിക്കണം. നേരത്തെ പറഞ്ഞത് എന്താണ്? പേഴ്സൺ എന്ന് പറയുന്നത് റെസിഡന്റ് ഇൻ ഇന്ത്യ ആണെങ്കിൽ പണം കടമെടുത്തിട്ടുള്ളത് പുറത്തുള്ള ഏതെങ്കിലും ബിസിനസ്സിനോ പ്രൊഫഷനോ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലാണ്. അപ്പൊ ഈ 3 കണ്ടീഷനുമാണ് ഇൻട്രസ്റ്റ് പേയബിളില് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറഞ്ഞത് സാലറി, ഇപ്പോൾ പറയുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. നെക്സ്റ്റ് വൺ റോയൽറ്റി കൊടുക്കുന്നതാണ്. റോയൽറ്റി പേയബിൾ സെയിം തന്നെയാണ്. ഫസ്റ്റ് വൺ payable by government. Second one, a person who is a resident in India. Resident in India ആണെങ്കിൽ എന്താണ് എക്സെപ്റ്റ് പറയുന്നത്? ഇറ്റ് ഈസ് പേയബിൾ റൈറ്റ്, ഇൻഫോർമേഷൻ, പ്രോപ്പർട്ടി. ഈ റോയൽറ്റി കൊടുത്തിട്ടുള്ളത് എന്തിനൊക്കെ ആയിരിക്കാം? റൈറ്റിനായിരിക്കാം, ഇൻഫോർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി പ്രോപ്പർട്ടിക്ക് ആയിരിക്കാം. അത് എവിടേക്ക് ഉപയോഗിക്കാനാണ്? ഔട്ട്സൈഡ് ഉള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുനിന്നുള്ള ഏതെങ്കിലും സോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷനിൽ വരുന്നതാണ്. ഇനി തേർഡ് കേസിൽ എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഹു ഈസ് എ നോൺ റെസിഡന്റ്. ആദ്യം രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് റെസിഡന്റ് ഇൻ ഇന്ത്യ ആണ്. ഇവിടെ എന്താണ് പറയുന്നത്? നോൺ റെസിഡന്റ്. പ്രൊവൈഡഡ് റോയൽറ്റി ഈസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എനി റൈറ്റ്, ഇൻഫോർമേഷൻ, പ്രോപ്പർട്ടി. ഇവിടെയുള്ള റോയൽറ്റി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു റൈറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയോ ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കണം. റെസിഡന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ബിസിനസ്സോ പ്രൊഫഷനോ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് പറഞ്ഞത്. റൈറ്റോ ഇൻഫോർമേഷനോ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ. ഇവിടെ എന്താണ് പറയുന്നത്? പേഴ്സൺ നോൺ റെസിഡന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? റൈറ്റ്, ഇൻഫോർമേഷൻ, പ്രോപ്പർട്ടി, റോയൽറ്റി കൊടുത്തിട്ടുള്ള റൈറ്റോ ഇൻഫോർമേഷനോ പ്രോപ്പർട്ടിയോ ഇന്ത്യയിലുള്ള ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കാൻ ആണെങ്കിലാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് പറയുന്നത്. അപ്പോൾ സാലറി കഴിഞ്ഞു, ഇൻട്രസ്റ്റ് പേയബിൾ കഴിഞ്ഞു, റോയൽറ്റി പേയബിൾ കഴിഞ്ഞു. ഇവിടെ പറയുന്നത് ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ്. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഫീസ് ടെക്നിക്കൽ സർവീസിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് പേയബിൾ ബൈ ഗവൺമെന്റ് ആവാം. അല്ലെങ്കിൽ പേഴ്സൺ ഹു ഈസ് റെസിഡന്റ് ഇൻ ഇന്ത്യ, റെസിഡന്റ് ആണ്, പക്ഷേ എക്സെപ്റ്റ് വെയർ സർവീസസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ എ ബിസിനസ് ഓർ പ്രൊഫഷൻ കാരിഡ് ഔട്ട്സൈഡ് ഇന്ത്യ.
സോഴ്സോ അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ സർവീസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം? ബിസിനസ്സോ പ്രൊഫഷനോ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സോ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലാണ് സെക്കൻഡ് കാറ്റഗറി വരുന്നത്. തേർഡ് കാറ്റഗറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സൺ എങ്ങനെയായിരിക്കണം? നോൺ റെസിഡന്റ് ആയിരിക്കണം. പക്ഷേ ഈ ടെക്നിക്കൽ സർവീസ് എവിടേക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ബിസിനസ്സോ പ്രൊഫഷനോ ഇന്ത്യയിലുള്ളതാണെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡീം ടു എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കിലെടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് 4 കാറ്റഗറി ആയിട്ടാണ് കൈൻഡ്സ് ഓഫ് ഇൻകം ഞാൻ പറഞ്ഞത്. ഒന്ന് റിസീവ്ഡ് ഇൻ ഇന്ത്യ, രണ്ടാമത്തത് ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, തേർഡ് കേസ് accrues or arise in India, and the last one deemed to accrue or arise in India. സെക്ഷൻ പഠിക്കണം. എല്ലാ കണ്ടീഷൻസും ക്ലിയർ ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം, റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ് 3 കാറ്റഗറിയിലും എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും വെച്ചുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കുക, while computing gross total income of an SSC who is resident, not ordinarily resident or non-resident, the following incomes are not included as they are exempted income. താഴെ പറയുന്ന 6 ഇൻകവും എങ്ങനെയുള്ള ഇൻകം ആണ്? എക്സംപ്റ്റഡ് ഇൻകം ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി, കമ്പനി ഇന്ത്യൻ ആണോ എന്ന് നോക്കാം, ഡിവിഡൻഡ് കിട്ടിയതാണെങ്കിൽ. സെക്കൻഡ് കേസിൽ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ റിലേറ്റഡ് റവന്യൂ ആണെങ്കിൽ എക്സംഷൻ ആണ്. തേർഡ് വൺ, എനി പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം. നെക്സ്റ്റ് വൺ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ആണ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇൻകം കിട്ടിയാലും എക്സംഷൻ ആണ്. അപ്പൊ ഈ 6 കണ്ടീഷൻ എക്സംഷൻസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി, agricultural income in India, share of profit from any firm and Hindu undivided family, interest on post office savings bank account, and the last one income from mutual fund. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ഉള്ളൊരു ടെക്സ്റ്റിൽ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിൽ. ഇത് PPT ആയതുകൊണ്ട് എല്ലാവർക്കും ഈസിയാണ്. അത് സേവ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിൽ നോട്ടിൽ പകർത്തിയെടുക്കാം, പ്രോബ്ലം ചെയ്യാം. അതുകൊണ്ട് ഓറൽ ക്ലാസ് എടുക്കുന്നേക്കാളും ഇഫക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് അത് നോട്ട് എടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നോട്ടായിട്ട് എഴുതിയെടുക്കാം കേട്ടോ. എക്സാമ്പിൾ 1 ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. റെസിഡന്റ് ആവുമ്പോഴാണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ, നോൺ റെസിഡന്റ് ആവുമ്പോൾ നമ്മൾ എടുക്കില്ലേ? അതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഹൗസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം ആണ്. ഇന്ത്യയിലാണ്. എനി ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്താണ്? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും കൺസിഡർ ചെയ്യും. കാരണം എന്താണ്? ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ. സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ളതാണ്, ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളതാണ്. 3 കേസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. റെസിഡന്റ് ആയാലും നോൺ ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ, കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ശ്രദ്ധിക്കണം, ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫോറിനിലാണ് കൺട്രോളിങ് ആൻഡ് മാനേജ്മെന്റ് ഉള്ളത്. പക്ഷേ ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡിലുള്ള ബിസിനസ് ആണെങ്കിലും
കൺട്രോളിങ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കൺട്രോളിങ് നടക്കുകയും പക്ഷെ ഇൻകം ഔട്ട്സൈഡ് ആയതുകൊണ്ട് റെസിഡന്റിലും നോട്ട് ഓർഡിനറി റെസിഡന്റിലും മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, നോൺ റെസിഡന്റില് നമ്മൾ എടുക്കില്ല. ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, പക്ഷെ കൺട്രോളിങ് ഇന്ത്യയിലായതുകൊണ്ട് റെസിഡന്റിലും നോട്ട് ഓർഡിനറി റെസിഡന്റിലും എടുക്കും, നോൺ റെസിഡന്റിൽ എടുക്കില്ല. മുമ്പ് ഞാൻ ചാർട്ടൊക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാവരും അത് നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഫോർത്ത് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇന്ത്യയിൽ കിട്ടിയത് കൊണ്ട് 3 കാറ്റഗറിയിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ UK. അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ആണെങ്കിൽ എക്സെംഷൻ, 6ാമത്തെ കേസ് നോക്കാം. അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ആണെങ്കിൽ എക്സെംഷൻ 3 കാറ്റഗറിയിൽ എടുക്കില്ല. അതേസമയം ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ യുകെയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ആയതുകൊണ്ട് റെസിഡന്റിൽ നമ്മൾ എടുക്കും, നോൺ ഓർഡിനറി റെസിഡന്റിലോ നോൺ റെസിഡന്റിലോ കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് വൺ, ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിൽ നിന്നുള്ള ഡിവിഡൻഡ്, ദാറ്റ് ഈസ് ഫോറിൻ ഇൻകം ആണ്. ഫോറിൻ ഇൻകം ആയതുകൊണ്ട് റെസിഡന്റിൽ മാത്രമേ എടുക്കുള്ളൂ, നോട്ട് ഓർഡിനറി റെസിഡന്റിലോ നോൺ റെസിഡന്റിലോ എടുക്കില്ല. പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു, മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടാക്സബിൾ ആവില്ല എന്നുള്ളത്. പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം അത് 3 കാറ്റഗറി ആയാലും ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ പ്രോബ്ലം തരുമ്പോൾ എമൗണ്ട് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ഈ ടേബിൾ ഇതുപോലെ തന്നെ വരയ്ക്കുക. റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഇൻകം എഴുതുക, എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടല്, റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഇങ്ങനെ തന്നെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടതാണ്. സെക്കൻഡ് എക്സാമ്പിൾ സെയിം തന്നെ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ബിസിനസ് എവിടെയാണ്? കാനഡയിലാണ്, പക്ഷെ റിസീവ്ഡ് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് റിസീവ് ചെയ്തത് കൊണ്ട് 3 കാറ്റഗറിയിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യയിൽ കിട്ടിയത് കൊണ്ട് 3 കാറ്റഗറിയിലും ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാനഡ. കാനഡയിലുള്ള ഹൗസ് പ്രോപ്പർട്ടി ആണ്, പക്ഷെ കിട്ടിയത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കിട്ടിയത് കൊണ്ട് ഇന്ത്യൻ ഇൻകം ആയിട്ട് മാറി 3 കാറ്റഗറിയിലും എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഉഗാണ്ട. ഉഗാണ്ടയിൽ കിട്ടിയതാണ്, ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല. റെസിഡന്റ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതേസമയം നോട്ട് ഓർഡിനറി റെസിഡന്റിലോ നോൺ റെസിഡന്റിലോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നിന്നുള്ള പ്രോഫിറ്റ് ആയതുകൊണ്ട് നോൺ റെസിഡന്റിൽ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, റെസിഡന്റിലും നോട്ട് ഓർഡിനറി റെസിഡന്റിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഫേം നമ്മൾ നേരത്തെ പറഞ്ഞു, ഫേമോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ എക്സെംഷൻ ആണ്. 3 കേസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. 3 കേസിലും ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ കിട്ടിയതായതുകൊണ്ട് റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ഇൻക്ലൂഡ് ചെയ്യും. ദ ലാസ്റ്റ് വൺ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബിസിനസ് ആണ്, പക്ഷെ കൺട്രോൾഡ് ഫ്രം ബംഗ്ലാദേശ്. കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. 3 കേസിലും നമ്മൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ടേബിൾ വരയ്ക്കുക. റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, എന്നിട്ട് ഓരോ കള്ളികളും സെപ്പറേറ്റ് ആയിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ആഡ് ചെയ്ത് നോക്കുക. അതായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം. Income received from business in Pakistan rupees 1,50,000, of which rupees 1,15,000 received in India, that is business controlled in India. അപ്പോൾ
ഇൻകം റിസീവ്ഡ് ഫ്രം ബിസിനസ് ഇൻ പാകിസ്ഥാൻ റുപ്പീസ് 1,50,000. 1,50,000 രൂപ ഇൻകം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഓഫ് വിച്ച് റുപ്പീസ് 1,15,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ. 1,15,000 രൂപ എവിടെ കിട്ടിയിട്ടുണ്ട്? ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ബട്ട് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. കൺട്രോളിംഗ് ആൻഡ് മാനേജ്മെന്റ് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഫ്രം ബിസിനസ് ഇൻ പാകിസ്ഥാൻ റുപ്പീസ് 1,50,000 ഓഫ് വിച്ച് റുപ്പീസ് 1,15,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും 1,50,000 രൂപ വരും. അതായത് ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ടാണ് 1,50,000 രൂപ നമ്മൾ എടുത്തിട്ടുള്ളത്. അതേസമയം നോൺ റെസിഡന്റ് കാറ്റഗറിയിൽ 1,50,000 രൂപ വരില്ല, 1,15,000 രൂപയേ വരുള്ളൂ. എന്താണ് കാരണം? 1,15,000 രൂപ മാത്രമേ ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളൂ. മറ്റുള്ള 1,50,000 എവിടെയാണ് കിട്ടിയിട്ടുള്ളത്? പാകിസ്ഥാനിലാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിൽ കിട്ടിയത് 1,15,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് 1,15,000 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ profit from business in Sri Lanka deposited in a bank there rupees 40,000, out of which rupees 20,000 is remitted to India. Business is controlled from India. നേരത്തെ പറഞ്ഞ ഏകദേശം സെയിം കേസാണ്. പക്ഷെ ഇവിടെ എന്താണ് ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്? ശ്രീലങ്കയിലാണ് 40,000 രൂപ കിട്ടിയിട്ട് അവിടുത്തെ ഒരു ബാങ്കിൽ ഇട്ടു. അതിനുശേഷമാണ് 20,000 രൂപ ഇന്ത്യയിൽ റെമിറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് റെസീറ്റ് ഈ 20,000 ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മൊത്തമായിട്ട് 40,000 രൂപ ശ്രീലങ്കയിൽ കിട്ടുകയും അതിലെ ഒരു 20,000 രൂപ പിന്നീടാണ് ഇന്ത്യയിൽ വന്നത്. അപ്പൊ ഫസ്റ്റ് റെസീറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കില്ല? നോൺ റെസിഡന്റ് ആയിട്ട് എടുക്കില്ല. നേരത്തെ കേസിൽ 1,15,000 വരാൻ കാരണം ഫസ്റ്റ് റെസീറ്റ് ഇൻ ഇന്ത്യ ആയതുകൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് 20,000 എടുക്കാഞ്ഞത്? ഫസ്റ്റ് റെസീറ്റ് അല്ലാത്തത് കൊണ്ടാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 40,000 രൂപ ബിസിനസ് കൺട്രോളിംഗ് ഇൻ ഇന്ത്യ ആയതുകൊണ്ടാണ് റെസിഡന്റ് കാറ്റഗറിയിലും അതുപോലെ തന്നെ നോൺ ഓർഡിനറി റെസിഡന്റ് കാറ്റഗറിയിലും വന്നിട്ടുള്ളത്. ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യൻ കമ്പനിയാണ് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ളത്. എക്സെംഷൻ ആണ്. നെക്സ്റ്റ് വൺ, പെൻഷൻ ഫ്രം എ ഫോമർ എംപ്ലോയർ ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ UK. നമ്മുടെ ഫോമർ എംപ്ലോയർ എവിടെയുള്ള ആളാണ്? ഇന്ത്യയിലുള്ള ആളാണ്. പെൻഷൻ കിട്ടിയിട്ടുള്ളത് ഫോമർ എംപ്ലോയർ ഇന്ത്യയിലുള്ളതാണ്. പക്ഷെ എവിടെയാണ് കിട്ടിയിട്ടുള്ളത്? റിസീവ്ഡ് ഇൻ UK കിട്ടിയാലും അത് ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കണ്ടീഷൻസും ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഞാനൊരു ക്ലാസ്സിൽ ഇന്ത്യൻ ഇൻകവും ഫോറിൻ ഇൻകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. റിസീവ്ഡ് ഇൻ UK ആണെങ്കിലും അത് ഇന്ത്യൻ ഇൻകം ആയതുകൊണ്ട് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? റെസിഡന്റ് കാറ്റഗറി ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് കാറ്റഗറി ആയാലും നോൺ റെസിഡന്റ് കാറ്റഗറി ആയാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. ഇനി പ്രോഫിറ്റ് ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എക്സെംഷൻ ആണ്. പാസ്റ്റ് അൺഎക്സ്പെക്ടഡ് ഫോറിൻ ഇൻകം എക്സെംഷൻ ആണ്. അപ്പൊ ഈ രണ്ട് കേസിലും റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. കുറെ എക്സാമ്പിളുകൾ ടെക്സ്റ്റിലുണ്ട്. അത് നോക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ശ്രദ്ധിക്കുക. ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊച്ചി മാനേജ്ഡ് ഫ്രം USA. ഇൻകം കിട്ടിയിട്ടുള്ളത് കൊച്ചിയിൽ നിന്നാണ്. പക്ഷെ അതിന്റെ കൺട്രോളിംഗ് ആൻഡ് മാനേജിങ് എവിടെയാണ്? USA-ലാണ്. അപ്പൊ ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊച്ചി ഇന്ത്യൻ ഇൻകം ആയതുകൊണ്ട് കൺട്രോളിംഗ് ഔട്ട്സൈഡ് ആണെങ്കിലും നമ്മൾ എന്തായിട്ട് കണക്കാക്കും? മൂന്നിലും നമ്മൾ എടുക്കുന്നതാണ്. റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. സെക്കൻഡ് വൺ, റോയൽറ്റി റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ പറഞ്ഞു റോയൽറ്റി ആണ് തരുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? ഡീം ടു ബി റിസീവ്ഡ് പറഞ്ഞിരുന്നു നേരത്തെ. അതായത് ഡീം ടു ബി റിസീവ്ഡ്
accrue or arise deemed to be received in India. ആ കാറ്റഗറിയിലാണ് വരുന്നത്. മൂന്നെണ്ണത്തിലും നമുക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യും. റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ അഫ്ഗാനിസ്ഥാൻ ഔട്ട്സൈഡ് ആയതുകൊണ്ട് റെസിഡന്റ് കാറ്റഗറിയിൽ മാത്രമേ വരുള്ളൂ. നോട്ട് ഓർഡിനറി റെസിഡന്റിലോ അല്ലെങ്കിൽ നോൺ റെസിഡന്റിലോ വരില്ല. ടെക്നിക്കൽ ഫീസ് റിസീവ്ഡ് ഇൻ ജർമ്മനി. നേരത്തെ നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ ഫീസ് ഔട്ട്സൈഡ് ആണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ റെസിഡന്റിലോ നോട്ട് ഓർഡിനറി റെസിഡന്റിലോ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടെക്നിക്കൽ ഫീസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ആയതുകൊണ്ട് റെസിഡന്റ് കാറ്റഗറിയിൽ മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ UK. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഇന്ത്യയിലുള്ള ബിൽഡിംഗ് ആണ്. അത് വിറ്റപ്പോ എന്ത് കിട്ടി? ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അപ്പോ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിലാണ്. പക്ഷെ അത് എവിടെയാണ് കിട്ടിയിട്ടുള്ളത്? റിസീവ്ഡ് ഇൻ UK ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് ഇന്ത്യൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യും? മൂന്നെണ്ണത്തിൽ നമ്മൾ എടുക്കുന്നതാണ്. The last one, remuneration for services rendered in USA received there but remitted to India. Remuneration ആണ് സർവീസ് റെൻഡർ ചെയ്തതിനാണ്. പക്ഷെ സർവീസ് റെൻഡർ ചെയ്തത് എവിടെയാണ്? ഔട്ട്സൈഡ് ആണ്. പക്ഷെ ആ റെമ്യൂണറേഷൻ എവിടെയാണ് റെമിറ്റ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിൽ റെമിറ്റ് ചെയ്തത് കൊണ്ട് അത് ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കും. അപ്പോൾ റെസിഡന്റ് കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതേസമയം നോട്ട് ഓർഡിനറി റെസിഡന്റിലോ നോൺ റെസിഡന്റിലോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ ശ്രദ്ധിക്കുക, റെമ്യൂണറേഷൻ ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ട് സർവീസ് റെൻഡർ ചെയ്തതിന് കിട്ടിയിട്ടുള്ളത് ഔട്ട്സൈഡ് ആണെങ്കിലും റെമിറ്റ് ചെയ്തത് ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മളപ്പോൾ റെസിഡൻഷ്യൽ കാറ്റഗറിയിൽ മാത്രമേ എടുക്കുള്ളൂ. നോട്ട് ഓർഡിനറി റെസിഡന്റിലോ നോൺ റെസിഡന്റിലോ നമ്മൾ എടുക്കില്ല. ബിക്കോസ് ദിസ് സർവീസസ് റെൻഡേർഡ് ഇൻ അബ്രോഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നന്നായി നോക്കുക, അതിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നന്നായി നോക്കി പഠിക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രഡക്ഷൻ ഭാഗത്ത് ചോദിക്കുക. ആ ചോദിക്കണേക്കാളും മുമ്പ് നിങ്ങളൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കിയാൽ നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ തിയറി ഭാഗവും പഠിക്കാതെ ഇത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മൊത്തം സംശയങ്ങളാവും. അപ്പം തിയറി ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയതിനു ശേഷം പ്രോബ്ലത്തിലേക്ക് വന്ന് വീണ്ടും തിയറി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ തിയറിയും പ്രോബ്ലവും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും പറഞ്ഞ തിയറിയുടെ ഭാഗം ഒന്നും കൂടി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.